ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ വോയിസ് പാണക്കാടൻ. സോ ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു മാർക്കറ്റ്? നമ്മൾ ഇന്നലെ എക്സാക്ട്ലി വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. മാർക്കറ്റിൽ അത്യാവശ്യം നല്ല മൂവ്മെൻറ്റുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഗ്യാപ്പ് അപ്പ് ആൻഡ് ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിലും എങ്ങനെയാണെന്നുണ്ടെങ്കിലും മൂവ്മെൻറ്റുകൾ മാർക്കറ്റ് തന്നിട്ടുണ്ട്. സോ ഇനി മാർക്കറ്റ് യൂഷ്വലി ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ എക്സാക്ട്ലി മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് പറയാൻ പറ്റും. അറൗണ്ട് 49,000 ആ ഒരു റേഞ്ച് മുതൽ 50,400 വരെയുള്ള ഒരു മൂവൊക്കെ നമുക്ക് നിഫ്റ്റി ബാങ്കിൽ കാണാൻ പറ്റി. ആൻഡ് നിഫ്റ്റിയിലും ചെറിയ മൂവുകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ബട്ട് നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഒരു ബ്രോഡർ റേഞ്ച് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഓൺ ദ ലോവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 49,800 മുതൽ ഓൺ ദ അപ്പർ സൈഡ് 50,500 വരെയുള്ള ഒരു റേഞ്ച് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ട്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് തന്നെയായിരിക്കും ഓപ്ഷൻ ബയ്യറെ സംബന്ധിച്ച്. കാരണം ഇന്നിപ്പം ഒരു ഡയറക്റ്റ് മൊമെൻറ്റം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിൻ്റെ ഇൻബിറ്റ്വീനിൽ വരുന്ന ക്യാൻഡിൽസ്, അതായത് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽസ് ആണെങ്കിൽ പോലും അതിനകത്തുള്ള പ്രീമിയം ഡി കെ എന്ന് പറയുന്നത് വെരി ഹൈ ആണെന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് ഒറ്റ കാര്യമുള്ളൂ. നമ്മൾ പ്രീവിയസ്ലി, അതായത് തൊട്ട് മുമ്പേ പറഞ്ഞിട്ടുള്ള സെയിം കേസ് തന്നെയാണ്. മാർക്കറ്റ് ഒരു റേഞ്ചിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് പ്രീമിയം ഡി കെ ആവാനുള്ള സാധ്യത ഈസ് വെരി ഹൈ ആണ്. സിമ്പിളായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മൾ ഓപ്ഷൻസിൻ്റെ ഗ്രീക്സോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഓപ്ഷൻ്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഹ്യൂമൻ ഇമോഷൻ, അതായത് ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ആൾക്കാരല്ല, ട്രേഡേഴ്സിൻ്റെ ഇമോഷന് ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാവാറുണ്ട് ഓപ്ഷൻസിൻ്റെ പ്രീമിയത്തിൽ. ആൻഡ് അത് പല ആളുകളും അങ്ങനെ ഡിസ്കസ് ചെയ്ത് കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. മാർക്കറ്റ് റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അപ്പർ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ബ്രേക്ക് ഡൗൺ കിട്ടി പിയിലേക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോവാണ്. ബട്ട് നമുക്കൊരു പിയിലേക്ക് ഒരു ട്രേഡ് വന്നാൽ പോലും അവിടെ പ്രീമിയം പെട്ടെന്ന് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ആൻഡ് ഓൺ ദ കോൺട്രറി സൈഡ് മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് മുകളിലേക്ക് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൻ്റെ പ്രീമിയം ഭയങ്കരമായിട്ട് മെൽറ്റ് ആവുന്നൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഡെൽറ്റ വാല്യൂവിനേക്കാൾ കൂടുതലുള്ള ഒരു വ്യത്യാസം നമുക്കവിടെ പ്രീമിയത്തിൽ കാണാൻ പറ്റും. ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള ലോജിക്കാണ്. നിങ്ങൾ ഇനി അടുത്ത ദിവസം മുതൽ മാർക്കറ്റിൽ നോക്കുമ്പോൾ നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി. ആൻഡ് അതുപോലെ തന്നെ മാർക്കറ്റ് റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ മിക്കവാറും കേസുകളിലൊക്കെ മാർക്കറ്റ് പ്രീമിയത്തിൽ എന്ത് ചെയ്തു വെക്കും, ഒരു റേഞ്ചിനെ ഉണ്ടാക്കി വെക്കും. സോ ആ ഒരു റേഞ്ച് നല്ല രീതിയിൽ ആക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇൻഫാക്റ്റ് നമ്മളുടെ സ്പോട്ട് ചാർട്ട് നമ്മളുണ്ടായിരുന്ന റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്താൽ പോലും പ്രീമിയത്തിൽ എന്താവില്ല, ആ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ആൻഡ് അതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് എക്സാമ്പിളായിട്ട് നിങ്ങളിത് മാത്രം നോക്കിയാൽ മതി. ഇന്ന് വൈകുന്നേരം ഒരു 2:30 മുതലുള്ള 50,300ൻ്റെ സിഇയുടെ ചാർട്ട് എടുത്ത് നോക്കിയാൽ മതി. അതിനകത്ത് ഒരു റേഞ്ച് അവിടെ മാർക്കറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 280 എന്നുള്ള റേഞ്ച് മാർക്കറ്റ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 280 ആണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. 280 ഓർ 380 ആ ഒരു റേഞ്ച് മാർക്കറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ മാർക്കറ്റ് 250 എന്നുള്ള റേഞ്ചിനെ 50,250 എന്നുള്ള റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് പോയിട്ട് പോലും ഈ ഒരു പ്രൈസ് അതിൻ്റെ മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ട്രൈക്ക്, ആ ഒരു പെർട്ടിക്കുലർ സ്ട്രൈക്കിൽ ആ ഒരു പോയിന്റിൽ സെൽ ഓഫ് വരുമ്പം ആ ഒരു പോയിന്റിനെ അതൊരു റെസിസ്റ്റൻസ് ആയിട്ടും സപ്പോർട്ടായിട്ടും എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹ്യൂമൻ ഇമോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. സോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്പുകളെല്ലാം തന്നെ നമുക്ക് നമ്മുടെ ട്രേഡിങ്ങിനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നതാണ്. ഓഫ് കോഴ്സ് അവിടെ ആ ഒരു പോയിന്റിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം കൂടി കാണാൻ പറ്റും. അതായത് ഇപ്പം നാളത്തേക്കുള്ള ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലെവലിൽ തന്നെ എടുക്കാം. അതായത് ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് എടുക്കാം. 50,255 എന്നുള്ള റേഞ്ചിൻ്റെ മുകളിലായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മുകളിലേക്കുള്ള ഒരു മൂവ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്തുകൂടെ വേണം, പ്രീമിയത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പർട്ടിക്കുലർ സ്ട്രൈക്കിലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, അതായത് 50,300 എന്നുള്ള സ്ട്രൈക്ക് തന്നെയാണ് എൻ്റെ ഓർമ്മ. ആ ഒരു സ്ട്രൈക്കിലാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് വേണ്ടതുണ്ട്, പ്രീമിയം കൂടെ ആ ഒരു പ്രൈസിനെ ബ്രേക്ക് ചെയ്ത് പോകേണ്ടതുണ്ട്. മുൻപും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. എക്സ്പയറി ട്രേഡ് ചെയ്യുമ്പോൾ പ്രീമിയത്തിൻ്റെ ചാർട്ടിനെ കൂടി നിങ്ങളൊന്ന് റെഫർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും റീകണക്റ്റ് ആവുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എനിക്ക് ഞാൻ ഈ പറയുന്ന കഥകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും വാല്യൂ ഉള്ള പോയിന്റ് കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും ഈ ഒരു 6-7 മിനിറ്റ് കഥ പറയൽ വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമൊന്നുമല്ല. ബട്ട് ഞാൻ മാർക്കറ്റിൽ കാണുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു 6-7 മിനിറ്റിൽ കവർ ചെയ്യുന്നത്. സോ അതിനകത്ത് എല്ലാ ദിവസവും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റുന്ന പോയിന്റുകൾ ഞാൻ പറയാറുണ്ട്. സോ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഈ കഥ കേൾക്കുന്ന ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെന്നുള്ളത് എനിക്കറിയാം. ആൻഡ് ബോറിംഗ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു 6-7 മിനിറ്റ് എനിക്കും കൂടെ സേവ് ചെയ്യാമെന്നുള്ളതാണ്. കാരണം ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്ക് മുതൽ ഇപ്പം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും,
കാരണം പല പ്രാവശ്യമായിട്ട് വീഡിയോ എടുക്കുമ്പോഴും അല്ലെങ്കിൽ ലൈവ് മാർക്കറ്റ് അനാലിസിസ് ചെയ്യുമ്പോഴൊക്കെ തൊട്ടടുത്തൊക്കെ വർക്ക് നടക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കാറുണ്ട്. ഓഫ് കോഴ്സ് ഞാൻ മുമ്പത്തെ 1-2 വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മളൊരു പോഡ്കാസ്റ്റ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ട്രേഡേഴ്സിനെ മാത്രമല്ല എല്ലാ വിഷയങ്ങളെക്കുറിച്ചും സംസാരിക്കുന്ന ഒരു പോഡ്കാസ്റ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ ഒരാഴ്ച മൊത്തത്തിൽ ഞാൻ ലൈവ് മാർക്കറ്റ് അനാലിസിസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എൻ്റെ ട്രേഡിംഗ് പരിപാടികളെല്ലാം തന്നെ 11-12 മണിയോട് കൂടി എൻ്റെ ട്രേഡിങ്ങും പരിപാടികളും തീർന്നു. നിങ്ങൾ എൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. മാർക്കറ്റിൽ മോർണിംഗിൽ ആ ഒരു മൊമെൻറ്റം കഴിഞ്ഞാൽ, അതായത് എനിക്ക് കിട്ടേണ്ടത് ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിലും എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ പരിപാടി അവിടെ തീർന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ മാർക്കറ്റിലേക്ക് അധികം നോക്കാറില്ല. കാരണം ചാർട്ടിലേക്ക് നമ്മൾ നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചാർട്ട് നമ്മളെ വിളിക്കും. ചാർട്ട് നമ്മളെ ഇൻവൈറ്റ് ചെയ്യും. ഇതേ നിൻ്റെ ഓപ്പർച്യൂണിറ്റി, ഇതേ നിൻ്റെ ഓപ്പർച്യൂണിറ്റി, ഇതേ നിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റ് കാണിച്ചു തന്നുകൊണ്ടിരിക്കും. സോ വൺസ് ഞാനൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് എഗെയിൻ അടുത്ത ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഞാൻ പോയിട്ട് അത് ലോസ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ എൻ്റെ ബാക്ക് ഓഫ് ദ മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യന്മാരുടെ എല്ലാവരുടെയുമാണ്. സോ നമുക്ക് ബാക്കിൽ ഉണ്ടാകുന്ന ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ, പ്രീവിയസ്ലി ഞാൻ ഉണ്ടായിരുന്ന പ്രോഫിറ്റിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഈ പരിപാടിനെ നിർത്തും എന്ന് വിചാരിച്ചിട്ട് മൂന്നാമത്തെ ട്രേഡ് നമ്മൾ എന്ത് ചെയ്യും, പഞ്ച് ചെയ്യും. അതും കൂടി ലോസിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ റിക്കവർ ചെയ്യാനുള്ള അഭ്യാസമായി പിന്നെ ഉണ്ടാക്കിയ പ്രോഫിറ്റ് കളയുക എന്നുള്ള പ്രോസസ്സിലേക്കാണ് അൾട്ടിമേറ്റ്ലി നമ്മൾ എത്താൻ പോകുന്നത്. സോ ചില ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്, കഴിഞ്ഞ ഒരാഴ്ച ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചെറുതായിട്ട് 1-2 പ്രാവശ്യം ഇതേപോലെ ഓവർ ട്രേഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഭയങ്കര ലോസോ കാര്യങ്ങളൊന്നുമല്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ എനിക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് നിന്ന് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് മാറി. അത് മാറിയപ്പോൾ തന്നെ ഞാൻ അടുത്തതായിട്ട് എടുത്തിട്ടുള്ള പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ റൂൾസിലേക്ക് തന്നെ തിരിച്ചു പോകുന്നുള്ളതാണ്. ടു ബി ഫ്രാങ്ക്, ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാലോ. എന്നെ സംബന്ധിച്ച് എൻ്റെ ടോപ്പ് 3 ട്രേഡിംഗ് ഗോൾസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മണി എന്നുള്ളത് 4th ആയിട്ട് മാത്രമേ വരുന്നുള്ളൂ. ഞാൻ ഇന്നലെ രാത്രി പോലും ഞാനത് റീതിങ്ക് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞാനത് പറയാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്തെന്നല്ല പറയുന്നത്, റീതിങ്ക് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതായത് ഫസ്റ്റ് എൻ്റെ കാര്യം എന്താ വെച്ചാൽ എൻ്റെ റിസ്കിൻ്റെ ഉള്ളിലേക്ക് എല്ലാ ദിവസവും നിൽക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ഡേ ബൈ ഡേ എൻ്റെ സ്റ്റഡീനെ ബെറ്റർ ആക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡിസിപ്ലിൻ, ആ ഡിസിപ്ലിനെ ബ്രേക്ക് ചെയ്യാണ്ട് പോവുക എന്നുള്ളതാണ്. ആൻഡ് ഇതിൻ്റെ ഔട്ട്കമായിട്ട് എനിക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ സംഗതി കിട്ടും. ആൻഡ് ഞാൻ നിങ്ങളുടെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള, ഇതിന് മുമ്പും പറഞ്ഞിട്ടുള്ള ഞാൻ എന്നുള്ള വാക്കയുടെ എഗെയിൻ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ബോറിംഗ് ആയിട്ടൊന്നും തോന്നുന്നുണ്ട്. ഞാൻ അത് ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. അതായത് ഇപ്പം എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ +2 വരെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് മാത്രമുള്ള ക്വാളിഫിക്കേഷൻസ് ആണ്. സോ എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ബിയോണ്ട് മൈ ഇമാജിനേഷനാണ്. എനിക്കറിയാതെ ഞാൻ തുടക്ക സമയത്തൊക്കെ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നത് ഇത്ര വർഷം കൊണ്ട്, ഒരു വർഷം കൊണ്ട് എനിക്ക് അതാവണം, ഒരു വർഷം കൊണ്ട് എനിക്ക് ഇതാവണം, അങ്ങനെയുള്ള ആ ഒരു ചിന്തകളാണ് എല്ലാവർക്കും ഉള്ള, ആ ഒരു ചിന്തകളാണ് എനിക്കും ഉണ്ടായിരുന്നത്. ബട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയുക, ഞാൻ എൻ്റെ നോർമൽ ലെവലിൽ നിന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ ആരാണ്, അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മാക്സിമം ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്തിനാണ് ടാർഗറ്റ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള സിമ്പിൾ പിക്ചർ എന്ന് പറഞ്ഞാൽ, എനിക്ക് ഇപ്പോൾ ആസ് ഓഫ് നൗ ഒരു എന്താ പറയുക, അത്യാവശ്യം നല്ല, അതായത് 10, 20, 25, 30 വർഷം പഠിച്ചിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ എടുക്കുന്ന ജോലി, അയാൾ ചെയ്യുന്ന ജോലിയിൽ അയാൾക്ക് കിട്ടുന്ന ഒരു സാലറി എന്താണോ ആ ഒരു സാലറി എനിക്ക് മന്ത്ലി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് അതും എന്താണ്, രാവിലെ 1-2 മണിക്കൂർ മാത്രം ട്രേഡ് ചെയ്തിട്ട് എനിക്ക് ഒരു പ്രോഫിറ്റിനെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. സോ ഞാനതിൽ ഹാപ്പി ആവാൻ തയ്യാറായി എന്നുള്ളതാണ്. തയ്യാറായി എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ ഞാൻ എയിം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ലോസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഉറപ്പ് കിട്ടിയത് കൊണ്ട് മാറ്റാൻ ഞാൻ നിർബന്ധിതനായതാണ്. അല്ലാണ്ട് ഒരിക്കലും ഞാനെന്ന മഹാമനസ്കനായതുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളതല്ല. ഇതിങ്ങനെയേ നടക്കുകയുള്ളൂ എന്നുള്ള റിയാലിറ്റിയിലേക്ക് ഞാൻ എത്തിയതിന് ശേഷം ഞാനിങ്ങനെ മാറ്റാൻ തയ്യാറായതാണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇൻട്രോയിൽ പറഞ്ഞു വന്നിട്ടുള്ളത്. സോ എഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ കേസിലേക്ക് തിരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഒരു ബ്രോഡർ റേഞ്ച് വന്നിട്ടുണ്ട്. ആ ഒരു റേഞ്ച് മാർക്കറ്റിലൊരു വോളറ്റൈലിറ്റി സോണാണ്. അത് ഓപ്ഷൻ ബയ്യർക്ക് അത്ര അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്യാനുള്ള പോയിന്റ് അല്ല. ഇൻഫാക്ട് ഇന്നത്തെ രാവിലത്തെ വീഡിയോയിലടക്കം ഞാനതാ പറഞ്ഞിട്ടുള്ളത്. ഇന്നും മോർണിംഗ് ലൈവ് മാർക്കറ്റ് മോർണിംഗ് അനാലിസോ ഞാൻ തന്നിട്ടില്ല. കാരണം വേറൊന്നുമല്ല, എഗെയിൻ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. എനിക്ക് പ്രോപ്പറായിട്ടൊരു ബയാസ് ഇല്ലാണ്ട്, എനിക്കൊരു റേഞ്ച് ഇല്ലാണ്ട്, അതായത് ഞാനൊരിക്കലും ഒരു 300 പോയിൻറ്റ്സിൽ 200 പോയിൻറ്റ്സിൻ്റെ റേഞ്ചിനെ ഞാൻ ടാർഗറ്റ് ചെയ്യാറില്ല. ഞാനത് അത്ര എടുക്കും എന്നുള്ളതല്ല പറയുന്നത്, മുമ്പും പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ഒരു 400-500 പോയിൻറ്റ്സിൻ്റെ റേഞ്ച് അവിടെ ഉണ്ട്, അതിന് ഓപ്പണായി കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് 50 പോയിന്റ് എടുത്താലും ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇത്ര ബ്രോഡർ പിക്ചറിലുള്ള റേഞ്ചാണ്. സോ അങ്ങനെ റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം ലൈവ് മാർക്കറ്റ് അനാലിസിസ് അല്ലെങ്കിൽ ലൈവ് മാർക്കറ്റ് ലെവൽസ് ഞാൻ പറയാണ്ടിരുന്നത് എന്നുള്ളതാണ്. സോ നമുക്ക് നോക്കാം, നാളെ വരും ദിവസങ്ങളിൽ ബ്രോഡർ ലെവലിൻ്റെ ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എഗെയിൻ നമുക്ക് നല്ല ട്രേഡുകൾ കിട്ടും. ആൻഡ് അങ്ങനെ തന്നെയാണ് ട്രേഡിംഗ് എന്നുള്ളതാണ്. സോ നമുക്ക് മാർക്കറ്റ് അനാലിസിസിലേക്ക് പോകാം. ലൈവ് മാർക്കറ്റിൽ എങ്ങനെയൊക്കെയാണ് നാളെ നമ്മൾ വാച്ച് ചെയ്യേണ്ടത്,
ആൻഡ് സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ്. സോ അതിനകത്ത് എങ്ങനെയാണ് നമ്മുടെ ആക്ഷൻ പ്ലാനുകൾ ഉണ്ടാവേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആൻഡ് അതുപോലെ തന്നെ RBIയുടെ ഗവർണറുടെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. ഇൻഫ്ലേഷൻ ഉണ്ട് എന്ന് തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇൻഫ്ലേഷൻ ഇതുവരെ ഇല്ല എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഇതുവരെയുള്ള പ്രസ് മീറ്റിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ വെച്ചാൽ ഇൻഫ്ലേഷൻ നമ്മുടെ നാട്ടിലില്ല, നമ്മൾ മാത്രം പട്ടിണിയാണ്. അതായത് നിങ്ങളുടെ അടുത്ത് കാശില്ലാത്തത് മാത്രമാണ് തെറ്റ്, ഇൻഫ്ലേഷൻ നാട്ടിലില്ല എന്നായിരുന്നു ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ബട്ട് ഫൈനലി ഇൻഫ്ലേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, റേറ്റ് കട്ട് ഉണ്ടാവില്ല എന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അതൊക്കെ ബാങ്കിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് പറഞ്ഞതിന് ശേഷമാണ് ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു മൂവൊക്കെ നമുക്ക് കാണാൻ പറ്റിയത്. ബട്ട് അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല, മാർക്കറ്റ് താഴെ തന്നെ വന്നും ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത്. സോ നമുക്ക് ലൈവ് മാർക്കറ്റിലേക്ക് പോകാം. നാളത്തേക്ക് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ലെവൽസ് കാര്യങ്ങൾ, എങ്ങനെയാണ് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വീഡിയോയിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ്. നിഫ്റ്റിയുടെ ചാർട്ടിൽ നമ്മൾ ഇന്നലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലെവൽ ഈ ഒരു റേഞ്ച് ആയിരുന്നു. അതിൻ്റെ താഴത്തേക്ക് ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞത് ഈ ഒരു ലെവലിൻ്റെ താഴെയായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് നിന്നിട്ട് ബ്രേക്ക് ഡൗൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്ന് മാത്രമാണ് ക്ലിയർ ആയിട്ട് നമുക്ക് ഓർമ്മയുണ്ടാവുന്നത് ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ. എന്ന് സംഭവിച്ചിട്ടുള്ളത് എന്തായിരുന്നു, നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇതൊരു ബ്രോഡർ സപ്പോർട്ടായിരുന്നു, ഇതിൻ്റെ താഴെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രാപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതടക്കം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയിട്ട് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ട്രേഡ് ചെയ്തു. ഒരൊറ്റ ക്യാൻഡിൽ ബ്രേക്ക് ഡൗൺ തന്നു. ബട്ട് ആ ഒരു ക്യാൻഡിൽ ലോയിനെ മാർക്കറ്റ് എൻ്റെ ഡേ പ്രൊട്ടക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. ആൻഡ് എഗെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്കുള്ള ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് തന്നു. മുകളിലേക്കുള്ള ലെവൽ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു റെസൻസ് ലെവലായിട്ട് നമ്മൾ പറഞ്ഞിരുന്നത്. സപ്പോർട്ട് ബിക്കം റെസൻസ് എന്നുള്ള സിമ്പിൾ ലോജിക്കാണ്. അതും ഒരു ഹ്യൂജ് ക്യാൻഡിൽ വെച്ചിട്ടാണ് ബ്രേക്ക് ഔട്ട് വന്നിട്ടുള്ളത്. അത്ര വലിയ നമുക്കൊരു അഗ്രസീവായിട്ടൊരു ട്രേഡിലേക്ക് പ്ലാൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മൊമെൻറ്റത്തിലായിരുന്നു ആ ഒരു ബ്രേക്ക് ഔട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നത്. ആൻഡ് അതിന് ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ റെസിസ്റ്റൻസ് ലെവൽ എന്താണോ, അതായത് ഇന്നലെ നമ്മൾ ബ്രേക്ക് ഔട്ട് ലെവൽ പറഞ്ഞിട്ടുള്ളത് എന്താണോ അവിടെ തന്നെ വന്നിട്ട് മാർക്കറ്റ് എഗെയിൻ ഷാർപ്പായിട്ട് താഴത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. എഗെയിൻ നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും ഓൾമോസ്റ്റ് സെയിം സ്റ്റോറി തന്നെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ ഒരു ലെവലിൻ്റെ അടുത്ത് തന്നെയായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, താഴത്തേക്ക് വരുന്നു. ആൻഡ് താഴത്തേക്ക് വരുമ്പോഴും ഇവിടെ ഏകദേശം ഒക്കെ ആ ഒരു റേഞ്ചിലുള്ള ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ക്യാൻഡിലൊക്കെ നമ്മൾ എങ്ങനെ SL വെച്ചിട്ട് ട്രേഡ് എടുക്കുക എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. ആൻഡ് ഇവിടെ ഞാൻ ഇന്നലെ നിങ്ങളടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഒരു ഏരിയ മൊത്തത്തിൽ മാർക്കറ്റിൻ്റെ ഒരു ബേസ് ആണ്. ഇവിടെ മാർക്കറ്റ് ഒരു ബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. സോ എക്സാക്ട്ലി ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് തന്നെയാണ് ഇന്ന് എൻ്റെ ട്രേഡ് ഉണ്ടായിരുന്നത്. ആൻഡ് ആ ഒരു ട്രേഡിനെ 100 പോയിന്റ്സ് അങ്ങാണ്ട് കിട്ടിയപ്പോൾ ഞാൻ അതിനെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫർദർ അതൊരു 190 പോയിന്റ്, അതായത് ടോട്ടൽ ഞാൻ എക്സിറ്റ് ആയതിനു ശേഷം ഒരു 90 പോയിന്റോളം വീണ്ടും മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഐ ഡോണ്ട് കെയർ, കാരണം ഞാൻ അഗെയിൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ അത്യാവശ്യം വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ട്രേഡിൽ എക്സിറ്റ് ആവുക എന്നുള്ളൊരു പരിപാടിയായിരുന്നു ഉണ്ടായിരുന്നത്. അത് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാണിച്ചിട്ടെന്നുള്ളതല്ല. ആൻഡ് എഗെയിൻ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് കയറിയതിന് ശേഷം എഗെയിൻ ഇവിടെ കുറേ സമയം ഡാൻസ് കളിച്ചിട്ടാണ് മാർക്കറ്റ് ആ ഒരു മൂവൊക്കെ കാണിച്ചു തന്നിട്ടുള്ളത്. 2-3 പ്രാവശ്യം അങ്ങോട്ട് കോസ്റ്റിലേക്കും അതിൻ്റെ താഴത്തേക്കൊക്കെ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അതും എങ്ങനെയായിരുന്നു, ഒരു 85 പോയിന്റ്സ് കണ്ടിട്ട് വീണ്ടും വന്നിട്ട് ലോസിലേക്ക് കാണിച്ചു. എഗെയിൻ മാർക്കറ്റ് മുകളിലേക്ക് പോയി, എന്നിട്ട് വീണ്ടും കോസ്റ്റിലേക്ക് വന്നു, എന്നിട്ടാണ് പോയിട്ട് 100 പോയിന്റ്സ് കാണിച്ചിട്ടുള്ളത്. ആൻഡ് കോസ്റ്റിലേക്കൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അടിച്ച് കപ്പ് തന്ന മാർക്കറ്റ് നമ്മൾ പറഞ്ഞു വിട്ടേ കേട്ടോ. ബട്ട് അങ്ങനെ പരിപാടി ഇല്ലാത്തത് കൊണ്ട് തന്നെ എഗെയിൻ 100 പോയിന്റ്സിൽ അത് എക്സിറ്റ് ആയി. അതിനുശേഷം മാർക്കറ്റ് മൂവ് ആകുന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് കെയർ, സിംപ്ലി അത്ര മാത്രമേ ഉള്ളൂ. ആൻഡ് ഇനി എഗെയിൻ നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സിമ്പിളായിട്ട് കാണാൻ പറ്റുന്നൊരു കാര്യം, നമ്മൾ കുറച്ചൊരു വലിയ ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഇവിടെ എന്താവുന്നുണ്ട്, ഈ ഒരു പോയിന്റിൽ വന്നിട്ട് മാർക്കറ്റ് ഒരു ബേസിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. 5-ാം തീയതി ഉണ്ടായിട്ടുണ്ട്, ഇന്നലത്തെ ദിവസം ഉണ്ടായിട്ടുണ്ട്, ഇന്നത്തെ ദിവസവും മാർക്കറ്റ് എന്തായിട്ടുണ്ട്, ഇവിടെ പ്രോപ്പറായിട്ടൊരു ബേസ് ഫോർമേഷൻ നടത്തുന്നുണ്ട്. സോ മാർക്കറ്റിൽ ഫർദർ ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നുണ്ടെങ്കിൽ 49,800 നമ്മൾ ഇന്നലെയും പറഞ്ഞിട്ടുള്ള ലെവലാണ്. ഈ ഒരു ലെവലിൻ്റെ താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ താഴത്തേക്കുള്ള ഒരു മൂവിന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50,500, 50,600, 50,400 ഈ ഒരു റേഞ്ചിൽ നിന്നൊക്കെ നല്ല രീതിയിലുള്ള സെല്ലിങ്ങും വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ മാർക്കറ്റിനെ സംബന്ധിച്ച് ക്ലിയർ ആയിട്ട് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അത്ര അഗ്രസീവായിട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഏരിയ അല്ല. ഇവിടെ നമ്മളൊന്ന് ഹോൾഡ് ഓൺ ചെയ്യേണ്ടതുണ്ട്, ക്വാണ്ടിറ്റിനെ ചെറുതായിട്ടൊന്ന് കുറയ്ക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ മൂവ് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള കേസ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇന്നത്തെ ഒരു മാർക്കറ്റിൽ തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇവിടുന്ന് മാർക്കറ്റ് ആദ്യം ഒരു റേഞ്ച് ഉണ്ടാക്കി, ആൻഡ് ആ ഒരു റേഞ്ചിനെ മാർക്കറ്റ് ഒരു വലിയ ക്യാൻഡിൽ വെച്ചിട്ട് ബ്രേക്ക് ഔട്ട് വന്നു. എഗെയിൻ മാർക്കറ്റ് മുകളിലേക്ക് കയറി, ഇതേപോലെ ഒരു ക്യാൻഡിൽ താഴത്തേക്കാണ് വരുന്നത്. ഈ ഒരു ക്യാൻഡിൽ താഴത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇത് 150 പോയിന്റ്സിൻ്റെ ക്യാൻഡിലാണ്, സിംഗിൾ ക്യാൻഡിൽ മൊമെൻറ്റമാണ് 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ. സോ ഇങ്ങനെയുള്ള മൊമെൻറ്റം മാർക്കറ്റ് താഴത്തേക്ക് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ
വിതൗട്ട് എനി ഡൗട്ട് ഐ ക്യാൻ സേ ഡെഫിനറ്റ്ലി 70 to 80 റുപ്പീസിൻ്റെ പ്രീമിയം ഈ ഒരു മൂവിൽ തന്നെ താഴത്തേക്ക് പോരുന്നതാണ്. എഗെയിൻ മാർക്കറ്റ് മുകളിലേക്ക് കയറി എഗെയിൻ പുൾ ബാക്ക് തന്നു. ഈ ഒരു രീതിയിലായിരുന്നു മാർക്കറ്റ് ഇവിടെ വന്ന് വീണ്ടും മുകളിലേക്ക് വീണ്ടും താഴത്തേക്ക് ഇങ്ങനെയുള്ളൊരു മൊമെൻറ്റമായിരുന്നു മാർക്കറ്റ് കാണിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു റേഞ്ചിൽ ഇങ്ങനെയുള്ളൊരു മൊമെൻറ്റിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്ത് പറഞ്ഞത്, ക്വാണ്ടിറ്റിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. സോ നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ചിൽ തന്നെയാണ്, അതായത് 50,080 എന്നുള്ള ലെവലാണ്. ഓൺ ദ അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് 50,280 എന്നുള്ള ഈ ഒരു റേഞ്ചിനാണ്. സോ ഈ ഒരു രണ്ട് റേഞ്ചിനെ വാച്ച് ചെയ്യുക. ഈ ഒരു രണ്ട് റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലെവലിന് താഴത്തേക്കോ മുകളിലേക്കോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് 50,400 എന്നുള്ള ലെവലിനെ തന്നെ വാച്ച് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് ആ ഒരു ലെവലിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ 50,500 ഓർ 550, ഞാൻ ഈ 550ലേക്ക് തന്നെ ഈ ഒരു ലെവലിനെ മാറ്റി വരച്ചേക്കാം. സോ 50,550 എന്നുള്ള ഈ ഒരു ലെവലിനെയും നമുക്ക് അടുത്തായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും. വാട്ട് ഇഫ് മാർക്കറ്റ് ലോവർ സൈഡിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, മാർക്കറ്റ് ലോവർ സൈഡിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അതെല്ലാം കൂടെ ഒരുമിച്ച് ആ ബ്രേക്ക് ഡൗൺ നിന്ന്, ബട്ട് അതിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല. അത് മാത്രമല്ല ഇത്രയും വലിയൊരു ക്യാൻഡിലൊന്നും ട്രേഡിനെ പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരിക്കലും നടപടിയാകാത്തൊരു കേസുമാണ്. സോ എഗെയിൻ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈനെ ഇങ്ങനെ ഒന്ന് മാറ്റി പ്ലേസ് ചെയ്യാം. ഇവിടുന്ന് മാർക്കറ്റ് ലെറ്റ്സ് സേ ഈ ഒരു റേഞ്ചിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ നിന്ന് ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റായിട്ട് 950 എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യും. എഗെയിൻ ഈ ഒരു ലെവലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ട്രെൻഡ് ലൈനിൽ താഴെ ലിക്വിഡിറ്റി ഉണ്ട്. 49,840 to 800, 840 അല്ലെങ്കിൽ 850 to 800 എന്ന് പറഞ്ഞ സോണ്, അതായത് ഈ ഒരു എൻ്റയർ റേഞ്ച് മാർക്കറ്റിലൊരു ട്രാപ്പ് സോൺ ആണെന്നുള്ളതാണ്. സോ ആ ഒരു ലെവലിനെ ഒന്ന് പ്രോപ്പറായിട്ടൊന്ന് പോയിന്റിൽ ഉണ്ടാവണം. ഇവിടുന്ന് നമ്മൾ ട്രേഡിനെ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഫസ്റ്റ് ടാർഗറ്റ് എടുത്തതിന് ശേഷം ഇവിടെ SLനെ കോസ്റ്റിലേക്ക് വെച്ചതിന് ശേഷം അടുത്തുള്ള വലിയ ടാർഗറ്റിലേക്ക് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ടാർഗറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. അതിന് മുമ്പ് നിങ്ങൾ ഹോൾഡ് ചെയ്യാണ്ടിരിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് മാറുന്ന രീതിയിലേക്ക് നമുക്ക് അടുത്ത ദിവസങ്ങളുടെ ട്രേഡിനെ നമുക്ക് പ്ലാൻ ചെയ്യാമെന്നുള്ളതാണ്. എന്നിട്ട് വാട്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗണുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഈ മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് കൺഫ്യൂഷൻ മാത്രമാണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഇവിടെ മാർക്കറ്റിൽ ഇത്രയും നല്ല കണ്ടീഷനിൽ മാർക്കറ്റിൽ 2 ദിവസം ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് കിട്ടിയിട്ടും മാർക്കറ്റിന് എന്താവാൻ പറ്റില്ല, മുകളിലേക്ക് പോകാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിൻ്റെ മുകളിലോ അല്ലെങ്കിൽ 49,800 എന്നുള്ള ലെവലിൽ താഴെയോ ഉള്ള മൊമെൻറ്റങ്ങൾ മാത്രമേ, ഗ്യാപ്പ് ഓർ ഗ്യാപ്പ് ഡൗണുകൾ മാത്രമേ ഇവിടെ ഒരു ഡയറക്ഷനുള്ള ഒരു ബയാസിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അതുവരെ ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ഒരു കൺഫ്യൂസിങ് മൊമെൻറ്റം തന്നെ ആയിരിക്കും ഉണ്ടാവുക. സോ ആ ഒരു പോയിന്റും കൂടി നിങ്ങളുടെ ചിന്തയിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. എഗെയിൻ വാട്ട് ഇഫ് നിഫ്റ്റിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ നിഫ്റ്റിയിൽ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, നിഫ്റ്റിയിൽ നാളത്തേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓൺ ദ അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് 24,120 എന്നുള്ള പോയിന്റാണ്. 24,120 എന്നുള്ള പോയിന്റും ഓൺ ദ ലോവർ സൈഡ് ഞാൻ നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് ഈ ഒരു ലെവൽ വരുന്നുണ്ട്, അതായത് 2470 എന്നുള്ള ഈ ഒരു റേഞ്ചിനെയാണ്. സോ ഈ ഒരു രണ്ട് റേഞ്ചിനാണ് നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പോകുന്നത്. സോ വൺസ് മാർക്കറ്റ് ഈ ഒരു ലെവലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 24,000 എന്നുള്ള ലെവലും ഫർദർ മൂവ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഞാൻ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്ന മൂവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ്. ഈ ഒരു ലെവലിൻ്റെ ഉള്ളിൽ മാർക്കറ്റിൽ ട്രാപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് 24,955 എന്നുള്ള ലെവലിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റിൽ ട്രാപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് അതിനെയും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് ഒരു 15 മിനിറ്റ് എങ്കിലും ഇതിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്ത് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഫർദർ ബ്രേക്ക് ഡൗണും കാര്യങ്ങളും താഴത്തേക്ക് ഉണ്ടാവുള്ളൂ. സോ ആ ഒരു ലെവലിനെ ഒന്ന് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം. എഗെയിൻ അപ്പർ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ, അതായത് 24,125 എന്നുള്ള ലെവലിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലായിട്ട് 190 എന്നുള്ള ലെവൽ അപ്രോച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. ആൻഡ് അതിൻ്റെ മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 250 എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ബട്ട് ബ്രോഡർ ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പർ സൈഡിൽ നമുക്ക് 330 എന്നുള്ള ലെവൽ മാർക്കറ്റിലൊരു സ്ട്രോങ്ങസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 330 to 340 ആ ഒരു റേഞ്ച്. സോ ആ ഒരു റേഞ്ച് നിഫ്റ്റിയിൽ നല്ലൊരു എന്താ പറയുക, ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ലെവൽ തന്നെയാണ്. സോ ഫർദർ അപ്പർ സൈഡിലേക്കുള്ള ഡയറക്ഷണൽ മൂവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. എഗെയിൻ ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗണുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ താഴെയോ മുകളിലുള്ള ഗ്യാപ്പ് അപ്പിനെ മാത്രമായിരിക്കും ഞാൻ അത്ര സ്ട്രോങ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുള്ളൂ. ആൻഡ് പറയാനുള്ള കാരണം വേറെ ഒന്നുമല്ല, ഈ ഒരാഴ്ച നാളെ ഇത് ഇന്നലെയും നമുക്ക് സൈഡ് വൈസ് ടു ഇത് അത്ര ഭയങ്കര ഇതല്ല, ലൈക്ക് പൊസിഷണൽ വ്യൂവിൽ, അതായത് ഒരു 1 വീക്ക് വ്യൂവിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് അത്ര ഭയങ്കര ഡീക്കയും കാര്യങ്ങളും അല്ലെങ്കിൽ അത്ര ഭയങ്കര മൂവ്മെൻറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അവർക്ക് ഓവർനൈറ്റ് ഡീക്കൊക്കെ വെച്ചിട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ അവർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഡയറക്ഷണൽ വ്യൂവിൽ മാത്രമായിരിക്കില്ല, അവർ സ്ട്രാറ്റജി വൈസ് ആയിരിക്കും, സ്ട്രാഡിൽ സ്ട്രാങ്കിൾ പോലെയുള്ള കാര്യങ്ങളായിരിക്കും.
സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നിനകത്ത് നഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മറ്റതിനകത്ത് കോമ്പൻസേറ്റ് ചെയ്ത് പോകുന്നുണ്ടാവും. സോ ഫർദർ ഡയറക്ഷണൽ മൂവ് ഉണ്ടായാൽ മാത്രമേ അവർ ഏതെങ്കിലും ഒരു ലെഗിനെ കട്ട് ചെയ്ത് മാറുള്ളൂ. സോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഇത്രയും വലിയ റേഞ്ച് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് അതിൻ്റെ താഴത്തേക്ക് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറയുന്നത്. ആൻഡ് കാര്യം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. എഗെയിൻ നമ്മൾ പിന്നെ സെൻസെക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ സെൻസെക്സിൽ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ, എഗെയിൻ സെയിം സ്റ്റോറിയാണ്. സെൻസെക്സിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ലെവലിനെയാണ്, അതായത് 770 എന്നുള്ള ഈ ഒരു ലെവലിനായിരിക്കും. 770 ഓർ 770 എന്നുള്ള ഈ ഒരു ലെവലിനെയാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത്. ഓൺ ദ അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലെവലിനെയാണ്, 7900 എന്നുള്ള ഈ ഒരു റേഞ്ചിനാണ്. സോ ഈ രണ്ട് റേഞ്ചിനെ വാച്ച് ചെയ്യുക. ഈ ഒരു റേഞ്ചിൻ്റെ താഴെയും മുകളിലും മൊമെൻറ്റങ്ങൾ നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു രണ്ട് റേഞ്ചിനെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് അഗെയിൻ ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് പിന്നെ HDFC കാണിക്കുന്നതായിട്ട് കാണാൻ പറ്റി. എഗെയിൻ ഇവിടെ നമുക്കൊരു ബേസ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ലെവൽ എന്ന് പറഞ്ഞാൽ 1638 എന്നുള്ള ലെവലാണ്. 1638ൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ ഒരു വീക്ക്നെസ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് ICICI ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രോഡർ ലെവലിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ആ ഒരു ലെവലിൽ തന്നെയാണ് അതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ശ്രമിച്ചു. ബട്ട് എഗെയിൻ താഴത്തേക്ക് തന്നെ വന്നിട്ടുണ്ട്. സോ 1168 എന്നുള്ള ലെവലിനെ ആ ഒരു ലെവലിൻ്റെ താഴെ മുകളിലായിട്ടായിരിക്കും മാർക്കറ്റിൽ ഡയറക്ഷൻ കാണുകയുള്ളൂ. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക. എഗെയിൻ കൊട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ സെയിം സ്റ്റോറി തന്നെയാണ്. 1760 ഓൺ ദ അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യുന്നത്. 1785 എന്നുള്ള ഈ രണ്ട് റേഞ്ചിനാണ്. ആ ഒരു റേഞ്ചിൻ്റെ താഴെ മുകളിലായിട്ടായിരിക്കും മൊമെൻറ്റം ഉണ്ടാവുക. ആൻഡ് എഗെയിൻ പിന്നെ ആക്സിസ് ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സെയിം സ്റ്റോറിയാണ് ഇവിടെ ഉള്ളത്. എഗെയിൻ മുകളിലേക്കൊന്ന് പോയിട്ട് ഫെയിലായിട്ട് താഴത്തേക്ക് തന്നെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. സോ നമുക്ക് എടുക്കാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ നാളത്തേക്ക് ഞാൻ എടുക്കുന്നത് ഈ ഒരു ലെവലിനെയാണ്. 1132 എന്നുള്ള ലാസ്റ്റ് സപ്പോർട്ട് എടുത്തിട്ടുള്ള ഈ ഒരു പോയിന്റിനാണ്. സോ ഈ ഒരു റേഞ്ചിനെ വാച്ച് ചെയ്യുക. ഈ ഒരു റേഞ്ചിനെ താഴെ വന്നാൽ മാത്രമേ എഗെയിൻ ഒരു താഴത്തേക്കുള്ള ഒരു മൊമെൻറ്റം നമുക്ക് അവിടെ കാണാൻ പറ്റുള്ളൂ. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം. എഗെയിൻ ഇൻഫീലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഇൻഫീൽ ആസ് ഓഫ് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 1750 എന്നുള്ള ഈ ഒരു പോയിന്റാണ്. 1750യുടെ മുകളിലേക്ക് വന്നാൽ മാത്രമേ ആ ഒരു മൊമെൻറ്റം നമുക്ക് അപ്പർ സൈഡിലേക്ക് കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ടു സൈഡ് വേസ് അല്ലെങ്കിൽ നെഗറ്റീവ് ടു സൈഡ് വേസ് ലെവലിൽ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട്. അഗെയിൻ TCSലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 4180 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. 4180യുടെ താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട്. എഗെയിൻ റിലയൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സെയിം ഒരു പിന്നെ റേഞ്ചിനുള്ളിൽ തന്നെയാണ് മാർക്കറ്റ് നിന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. സോ 2925 എന്നുള്ള ലെവലിൽ തന്നെ വാച്ച് ചെയ്യുക. ആ ഒരു ലെവലിൻ്റെ മുകളിൽ വന്നാൽ മാത്രമേ ഫർദർ അപ്പർ സൈഡിലേക്കുള്ള മൊമെൻറ്റം നമുക്ക് അവിടെ കാണുകയുള്ളൂ. സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം. ബൈ.